കാട്ടുമരത്തിന്റെ മനം മുറിഞ്ഞേ, കാക്കി ഭൂതങ്ങൾ വനം നിറഞ്ഞേ, യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ. കാ ക കുക്കൂ കുക്കൂ കമ്പിളി പൂച്ചി തങ്കച്ചീത്ത. അച്ഛൻ അച്ഛനെ നിന്റെ അച്ഛൻ. കാട്ടുപോത്തിനെ വളർത്തിവിട്ടേ, കാശ് കൊടുത്ത് പഠിക്കാൻ വിട്ടേ, പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് വന്നപ്പോ തന്തപ്പടി കരഞ്ഞേ. മൈൻഡ് കണ്ട പൊക്കോളൂ. എടാ നിനക്കൊന്നും വേറെ പണിയില്ലടാ, അന്താക്ഷരിയും കളിച്ചിരിക്കണ്. ഈ സമയത്ത് ഞാൻ സപ്ലി എഴുതിയെടുത്തോടി, അല്ലെ വല്ല പണിക്കും പോക്കൂടി. അല്ല, അതിനു വേണ്ടി സപ്ലി ഒന്നും എനിക്കില്ല. എത്ര സപ്ലി ഉണ്ട്? 45. മൊത്തം എത്ര പേപ്പർ ഉണ്ടായിരുന്നു? 48. ആ എടാ എവൻ്റെ നടന്നാ നീ നശിക്കത്തേ ഉള്ളു. നീയെങ്കിലും പോയി രക്ഷപ്പെടു. അവന് 48 സപ്ലിയാണ്. ആഹാ, ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ. മാമയെ ചങ്കരൻ എന്ന് പറയണത് ഞാനാണാ ഇവനാണ്? ചങ്കരൻ നിന്റെ അച്ഛൻ വീട്ടിലുണ്ടോ മോനെ? ഓ, എപ്പോഴും ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കാതെ നിനക്കിടയ്ക്ക് ഇവനെ വിളിച്ചോണ്ട് നിന്റെ വീട്ടിലൊക്കെ പോയിരുന്നൂടെ? അതിപ്പോ നമ്മൾ അങ്ങനത്തെ ഫ്രണ്ട്സ് ആണ്. എങ്ങനത്തെ? എന്റെ വീട് അവൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഞാൻ എപ്പോഴും എന്റെ വീട്ടിൽ കാണും. അതുകൊണ്ട് ഞാനാണ് ഇപ്പൊ അനുഭവിക്കണത്. നേരത്തെ അവന് ഇത്തിരി ചോറ് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ നിനക്കൂടെ അരിയിടണ്ടേ? മാമ കുറച്ചു നാളോടെ ബുദ്ധിമുട്ടിയാ മതി, അത് കഴിഞ്ഞ് നമ്മൾ രക്ഷപ്പെടും. നമ്മളൊരു പ്ലാൻ കണ്ടു വെച്ചിട്ടുണ്ട്. എന്തൊരു പ്ലാൻ? പറഞ്ഞു പറഞ്ഞ. അത് ഇവന്റെ ഒരു കൊച്ചച്ഛൻ വഴി നമ്മൾ UK പോയിരിക്കുക. UK? അതൊക്കെ നല്ല ചെലവല്ലേ? വെറും 12 ലക്ഷം രൂപയുടെ ചെലവേ വരുന്നുള്ളൂ. 12 ലക്ഷം രൂപയെ അതാര് തരും? അച്ഛൻ തരും. അച്ഛൻ നീ ഒന്നും ഒരു കാലത്ത് നന്നാവൂലറ. ഇനി എന്ത് ചെയ്യൂടാ? വീടിന്റെ ആധാരമല്ലോ. വാടക വീട്ടിന്റെ ആധാരം നമ്മളെ കയ്യിൽ തരൂല. എന്നാലും മറ്റേ പാട്ട് കൊള്ളായിരുന്നല്ലേടാ? ഏത് പാട്ട്? കാട്ടുപോത്തിനെ വളർത്തി വിട്ടേ, കാശ് കൊടുത്ത് പഠിക്കാൻ വിട്ടേ. ബാക്കി എന്തിനായിരുന്ന? പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് വന്നപ്പോ തന്തപ്പടി കരഞ്ഞേ. ഇറങ്ങി